ആഭ്യന്തരമന്ത്രി അന്തരിച്ചു. കാർഡിയാക് അറസ്റ്റ്, മലയാളത്തിൽ പറഞ്ഞാൽ ഹൃദയസ്തംഭനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ ഒരു വാക്ക് എഴുതിയത് കൊണ്ട് ഡോക്ടർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ, കിട്ടാനല്ലേ ഉള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ അന്വേഷണം, പുകില്, എന്തെല്ലാം പ്രശ്നങ്ങളാ. അതാ പറഞ്ഞത്. തൽക്കാലം ഡോക്ടർ ഹൃദയസ്തംഭനം എന്നെഴുതി പേനയ്ക്ക് ടോപ്പ് ഇടുന്നു. എനി മോർ ഡൗട്ട്? അങ്ങനെ വേണം. ഓക്കെ, നമസ്കാരം. അയ്യോ, ഇങ്ങനെ ബഹുമാനിക്കല്ലേ വാസവൻ സാറേ. ഒന്നുമില്ലെങ്കിലും മരിച്ച മന്ത്രിയുടെ ചെതിയൊന്നിറങ്ങിയ ആ കസേര ഇരിക്കേണ്ട ആളല്ലേ. ഇരിക്കിരിക്കെ നടക്കൂ എന്റെ നടരാജൻ സാറേ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ കൊറേ കൊതിപ്പിച്ചതാ. ആര് കൊതിപ്പിച്ചു? നടരാജൻ സാർ തന്നെ. ആണോ? പൊളിറ്റിക്സ് അല്ലേടോ. തൽക്കാലം വണ്ടി അങ്ങ് മൂവ് ചെയ്യട്ടെന്ന് കരുതി ഞാനങ്ങ് ക്ഷമിച്ചെന്നേ ഉള്ളൂ. ഇയാൾക്ക് ഭാഗ്യമുണ്ടോ? പാവം ചുമ്മാ ഉറങ്ങാൻ കിടന്നപ്പോ ആരും അറിയാതല്ലേ ദൈവം ആ ഫീസ് അങ്ങ് ഊരിക്കൊണ്ടു പോയത്. അല്ല സാറേ, മന്ത്രി മരിച്ചതോടെ സഭയിലെ അംഗസംഖ്യ 70 ശരിക്കും പറഞ്ഞ ഭൂരിപക്ഷമില്ലാത്തൊരവസ്ഥ. ഒരു ബൈ-ഇലക്ഷൻ വന്ന ഇപ്പോഴത്തെ അവസ്ഥയില് പ്രതിപക്ഷത്തിന് ഒരു സീറ്റ് കൂടുമെന്ന് 3.5 തരം. അതിനല്ലേ സ്വതന്ത്രനായി ജനിച്ച സഖാവ് കൃഷ്ണേട്ടന്റെ മകൻ വിശ്വനാഥൻ. പിന്നെ ബൈ-ഇലക്ഷൻ വന്നാലെന്താ, വന്നില്ലെങ്കിൽ എന്താ? അവൻ പിന്തുണ തരുമോ? പ്രത്യേകിച്ച് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ഒരു അച്ഛന്റെ മോൻ. ഇരു പാർട്ടികളെയും വെല്ലുവിളിച്ച് ജയിച്ചു ഒരുത്തൻ. അതിനെന്താ? മുഖ്യമന്ത്രിയുടെ മാനസപുത്രനല്ലേ വിശ്വനാഥൻ. അവൻ പിന്തുണ തരുമെന്നാ CM പറഞ്ഞത്. സത്യമാണോ? അടുത്ത ഹോം മിനിസ്റ്റർ താൻ തന്നെയാടോ. മരിച്ച മന്ത്രിയുടെ കർമ്മങ്ങളും അനുശോചന യോഗവും ഒന്ന് കഴിഞ്ഞാൽ നാളെ അടിയന്തരമായി സഭ ചേരുകയല്ലേ. തീരുമാനം നടരാജന്റേതാണ്. അത് പാടില്ല, പാളാൻ പാടില്ല. ശരിയാവില്ല, സമ്മതിക്കാൻ പറ്റില്ലെന്നേ. അത് ശരിയല്ല. ദയവേത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ, ഞാൻ സംസാരിക്കാം. CM, ഇത് ചതിയാണ്. സീനിയേഴ്സായ ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുമ്പോ ഇന്നലെ വന്നൊരു പീറപ്പയ്യൻ അവനെ പിടിച്ച് ആഭ്യന്തരമന്ത്രിയാക്കാന്നൊക്കെ പറഞ്ഞാ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ടെന്താ? അതെ, ഭരണം പോയാലും വേണ്ടില്ല, വിശ്വനാഥനെ ഹോം മിനിസ്റ്റർ ആക്കുന്ന പ്രശ്നമേ ഇല്ല. വിശ്വനാഥൻ എന്താ കുഴപ്പം? അയാളെ പിന്തുണ തന്നതുകൊണ്ടല്ലേ നമുക്കൊക്കെ ധൈര്യമായി പറയാൻ കഴിയുന്നത്. സത്യം പറ മിനിസ്റ്ററെ, വിശ്വനാഥനെ ആഭ്യന്തരമന്ത്രിയാക്കാൻ വേണ്ടി ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ചതാണോ മന്ത്രി ബാലകൃഷ്ണനെ? ഡിയർ മിസ്റ്റർ മിനിസ്റ്റർ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം മറന്ന് ചിലപ്പോൾ എനിക്ക് പ്രവർത്തിക്കേണ്ടി വരും. അവനാണ് ഈ മന്ത്രിസഭയുടെ ആണി. അവൻ പോയാൽ പിന്നെ ഈ മന്ത്രിസഭയില്ല. ദേശീയ ദ്രോഹികളുടെയും രാഷ്ട്രീയ ശത്രുക്കളുടെയും കയ്യിലേക്ക് ഭരണം പോവാതിരിക്കാൻ അവന്റെ അച്ഛനോട് പാർട്ടിയും പാർട്ടിക്കാരും കാണിച്ച നെറുകയുടെ പോലും മറന്ന് ഈ മന്ത്രിസഭയ്ക്ക് പിന്തുണ നൽകിയവനാണ് വിശ്വനാഥൻ. അന്ന് ഞാൻ അവന് കൊടുത്തതാണ് ഈ ആഭ്യന്തരമന്ത്രി പദം. ആ വാക്ക് എനിക്ക് പാലിക്കണം. കലക്കി CM, കലക്കി. അവനോട് പിന്തുണ ചോദിക്കാം, അവൻ തരാതിരിക്കില്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞപ്പോഴേ എനിക്ക് ചെറിയൊരു കത്തൽ കത്താതിരുന്നില്ല. അതിങ്ങനെ അങ്ങ് കത്തി പടരുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ അതങ്ങ് ആവാഹിച്ച് കുപ്പിയിലാക്കി അടച്ച് മേശപ്പുറത്ത് വെച്ചാൽ മതി. അടുത്ത ആഭ്യന്തരമന്ത്രി ആരായിരിക്കണമെന്ന് നമുക്ക് ആലോചിക്കാം. എങ്കിൽ ഞാൻ കൊടുത്ത വാക്കിന് വിലയുണ്ടോ എന്ന് എനിക്കും ഒന്ന് ആലോചിക്കേണ്ടി വരും. നടരാജൻ സാറേ, ഇത് സമ്മതിക്കരുത്. അവന്റെ ഒരാളുടെ പിന്തുണ കൊണ്ട് മാത്രമല്ല ഭരണം നിലനിൽക്കുന്നത്. 8 പേര് നമ്മുടെ പാർട്ടിക്കുണ്ട്. എങ്കിൽ പിൻവലിക്കണോ 8 പേരെ? നമുക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാം. പാർട്ടിക്കും ഭരണകൂടത്തിനും ഇത്രയേറെ പ്രതിഷ്ഠ നഷ്ടപ്പെട്ട സമയമില്ല. അത് മുതലെടുത്ത് ശത്രുക്കൾ അധികാരത്തിൽ വരട്ടെ. മരിച്ചുപോയ ആഭ്യന്തരമന്ത്രി ഭരണത്തിലിരിക്കുന്നവരുടെ തമ്മിത്തല്ലിന്റെ രക്തസാക്ഷിയാണെന്നും അന്വേഷണം വേണമെന്നും മുറവിളി കൂട്ടുകയാണ് പ്രതിപക്ഷം. ഇപ്പോൾ ഒരു ഇലക്ഷൻ വന്നാൽ അത് തന്നെയായിരിക്കും അവരുടെ തുറുപ്പ് ചീട്ട്. പിന്നെ ഹാർട്ട് അറ്റാക്കായി മരിച്ചുപോയ വേണ്ട. CMന്റെ ആഗ്രഹമല്ലേ വിശ്വനാഥൻ. അവന്റെ തലയിൽ തന്നെ ഇരിക്കട്ടെ ആ പൊൻകിരീടം. കൊടുത്ത കൈക്ക് തിരിഞ്ഞു കൊത്തിയവനാണ് അവന്റെ തന്തയെങ്കിൽ എന്ത്? കൊടുക്കട്ടെ, വയറ് നിറച്ചു കോരി കൊടുക്കട്ടെ മകനും. പിന്നെ തിരിഞ്ഞു കൊത്തിയാലല്ലേ അതപ്പ നോക്കാം. അവനൊരു പാവമല്ലേ. ഭരിക്കട്ടെ വിശ്വനാഥൻ. വിശ്വനാഥൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തിലെ ഒരു മന്ത്രി എന്ന നിലയിൽ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയും അഭിമാനവും കാത്തുസൂക്ഷിക്കുന്നതാണെന്നും വർഗ ജാതി രാഷ്ട്രീയ ഭേദമന്യേ ഈ രാജ്യത്തെ ഓരോ പൗരൻ്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണെന്നും സ്വാർത്ഥ താല്പര്യങ്ങളോ വ്യക്തി താല്പര്യങ്ങളോ ഇല്ലാതെ എന്നിൽ അർപ്പിക്കപ്പെട്ട കർത്തവ്യം സുതാര്യമായും ആത്മാർത്ഥമായും നിർവഹിച്ചു കൊള്ളുന്നതാണെന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. അപ്പോൾ മുഖവരില്ലാതെ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അല്ലേ ബഹുമാനപ്പെട്ട DGP? സർ, ഇരിക്കൂ.
DGP സാറിന് അറിയാലോ, ഇവിടുത്തെ സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്വസ്ഥതയും സമാധാനവുമാണ്. പക്ഷേ അവർക്ക് കിട്ടാതെ പോകുന്നതും അത് തന്നെയാണ്. സർ, ശരിക്ക് പറഞ്ഞാൽ ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മുടെ കേരള പോലീസ് ഇവിടുത്തെ സർവ്വഗുണ്ടകളെയും പിടിച്ചകത്തിട്ട് നിവർന്ന് നിൽക്കാൻ പറ്റാത്ത വിധം നട്ടലിന്റെ നടുക്കെന്നൊരു പീസ് ഇളക്കി മാറ്റിയാൽ നമ്മുടെ കേരളം പിറ്റേ ദിവസം സുഹൃത കേരളമാവും. പക്ഷേ ഈ പൊളിറ്റിക്സ് അതാ പറഞ്ഞേ, ആ പൊളിഞ്ഞ ട്രിക്സുമായിട്ട് രാഷ്ട്രീയ പ്രമാണിമാർ ഏതെങ്കിലും ക്രിമിനൽസിന് വേണ്ടി തലയിൽ മുണ്ടിട്ടുണ്ട് വന്നാൽ നമ്മുടെ നാടൻ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ഉണ്ടല്ലോ, ഒരലിന്റെ ഹസ്ബൻഡ് ഒലക്ക. ആ അത് എടുത്തോണ്ട് അവന്മാരെ കമഴ്ത്തി മലത്തിയും കിടത്തി ഒരു അരമണിക്കൂർ ഒന്ന് ഓവർ ടൈം വർക്ക് കൂടി ചെയ്താൽ മതി. പിന്നെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടല്ലെന്ന് ഒരു സായിപ്പിന്റെ മോനും പറയില്ല. സർ, അതിന് സ്വന്തം യൂണിഫോം അണ്ടർവെയറും ഏതെങ്കിലും പുലിത്തോലാനന്ദ സ്വാമിമാരെ കിടപ്പുമുറിയിലും മാടമ്പിമാരുടെ അടുക്കളയിൽ വെച്ച് മറന്നു പോകാത്ത പോലീസിലെ 10 എണ്ണം. ഈ മുഖത്തെ മീശ കണ്ണാടി കാണുമ്പോഴും മൂത്രമൊഴിക്കാൻ നിൽക്കുമ്പോഴും മാത്രമല്ല ആണെന്ന് തോന്നുന്ന പോലീസിലെ 10 എണ്ണം. certainly I will take necessary action. But one thing, സാർ പറഞ്ഞ ഈ 10 എണ്ണത്തിനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും തപ്പിയെടുക്കാനാ പാട്. ഞാൻ കൊണ്ടുതരാം സാറേ. നല്ല ആർജവും ആണത്വമുള്ള കുടുംബത്തിൽ പിറന്നവരുള്ള സേനയാണ് നമ്മുടെ പോലീസ് സേന. പക്ഷേ അവരെ നാവടക്കം കെട്ടി തള്ളിയിരിക്കുക മാറി മാറി വരുന്ന ഭരണകൂടവും രാഷ്ട്രീയക്കാരും. സാറെങ്കിലും അത് മനസ്സിലാക്കുന്നുണ്ടല്ലോ, സന്തോഷം. 453 പോലീസ് സ്റ്റേഷനുകളും 58,000 പോലീസുകാരുമാ നമ്മുടെ സേനയുടെ ആസ്തി. ഒന്ന് ട്രിഗർ അമർത്തിയാൽ മിനിറ്റിൽ 760 ബുള്ളറ്റുകൾ തെറിക്കുന്ന AK-47 വരുന്ന അക്രമികളെ നേരിടാൻ നമ്മുടെ പോലീസിന്റെ കയ്യിലുള്ളത് ഒരാളുടെ മുട്ടിന് താഴെ ലക്ഷ്യം വെച്ചാൽ മതിലിന്റെ മുകളിലിരിക്കുന്ന പൂച്ചയ്ക്ക് കൊള്ളുന്ന ആയുധങ്ങളാ. അഴിച്ചു പണിയണം സാർ നമുക്കത്. അടുത്ത സംസ്ഥാനങ്ങളിൽ കടന്ന് ബോംബ് പൊട്ടിയപ്പോൾ അത് ഇവിടെ പൊട്ടില്ലെന്നാ നമ്മൾ അഹങ്കരിച്ചത്. പക്ഷെ അത് പൊട്ടിക്കാൻ തയ്യാറായവര് നമ്മുടെ മീശയ്ക്ക് താഴെ മാത്രമല്ല മൂക്കിനകത്തും കയറിയുന്ന IB റിപ്പോർട്ട്. സർ, അതുകൊണ്ട് ഈ സംസ്ഥാനത്തെ ഓരോ പൗരന്റെ പിന്നിലും മുന്നിലുണ്ടാവണം പോലീസിന്റെ കണ്ണ്. ആ കണ്ണുകൾ എവിടെങ്കിലും പാളി നിറഞ്ഞാൽ ക്ഷമിക്കില്ല വിശ്വനാഥൻ. സാധാരണക്കാരന് നീതി നിഷേധിക്കുന്നവനും രാഷ്ട്രീയക്കാരോട് ഓച്ചാനിച്ച് നിൽക്കുന്ന ഹിജടകളുമാകരുത് പോലീസ്. സർ, ഞങ്ങൾ പോലീസുകാർക്ക് തരാൻ ഞങ്ങളുടെ രക്തവും മാംസവും മാത്രമേ ഉള്ളൂ. അതിന് വില പറയുന്ന ഒരു ഭരണാധികാരിയല്ല മുമ്പിലിരിക്കുന്നെന്ന വിശ്വാസത്തിൽ എനിക്കിപ്പോൾ താങ്കൾക്ക് തരാൻ ഇത് മാത്രമേ ഉള്ളൂ സർ. മുഖത്തടിക്കുന്നവന്റെ കൈ നക്കുന്നവനും അടികൊള്ളുന്നവന്റെ ചോര കുടിക്കുന്നവനും ആകരുത് നമ്മുടെ പോലീസ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.